പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഹാവൻസ് ഓഫ് ഫ്ലേവറിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ രുചികരവും ടേസ്റ്റിയുമായിട്ടുള്ള സിമ്പിളുമായി ചെയ്യാൻ പറ്റുന്ന ഒരു തക്കാളിക്കറിയാണ്. അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അല്പം ഒരു കടുകിടാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് സവാള ഇട്ട് സവാള പെട്ടെന്ന് വരണ്ടു വരാനായിട്ട് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് വരട്ടാം. അതിനുശേഷം നമുക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിൽ സാധാ മുളക് പൊടിയും പിരിയമുളക് പൊടിയുമാണ്. അതിലേക്ക് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കത് നല്ല രീതിയിൽ അതൊന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ തന്നെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാനും മടിക്കരുത്. ഇതൊന്നും നല്ല രീതിയിൽ ഇപ്പോൾ ഡ്രൈ ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഈ തക്കാളി നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ആദ്യം തന്നെ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്യിക്കാം. അതിനുശേഷം പെട്ടെന്ന് ഇത് വരണ്ടു വരാനായിട്ട് ഒരു അല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നല്ല രീതിയിൽ ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ ശരിക്കും ഇതിൻ്റെ പണി. അപ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം ബാലൻസ് ആയി കിട്ടാൻ ഒരല്പം പഞ്ചസാര നമുക്കിതിൽ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ പഞ്ചസാര ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ ആ ഒരു പഞ്ചസാര ഒരു പൊടിക്ക് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. ഇതൊന്നും നല്ല രീതിയിൽ ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ രുചികരമായ തക്കാളിക്കറി ഇവിടെ റെഡി ആകുവാണ്. ഇതൊന്ന് വരട്ടിയെടുക്കുന്ന താമസമുള്ളൂ, നമ്മുടെ കറി റെഡി ആകുവാണ്. ഇത് നമ്മുടെ രുചികരമായ തക്കാളിക്കറി റെഡിയായി. നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം.